നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളിലും വിഗ്രഹക്കടത്ത് ആരോപണങ്ങളിലുമൊക്കെ തന്നെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കേസിലെ നിർണായക നീക്കമെന്നോണം മുൻ ദേവസ്വം ബോർഡ് അംഗം എൻ വിജയകുമാറിനെ അന്വേഷണ സംഘം ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലയളവിൽ ബോർഡിൽ അംഗമായിരുന്ന വിജയകുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. നേരത്തെ വിജയകുമാറിനോടും സഹപ്രവർത്തകരായിരുന്ന കെ.പി. ശങ്കർദാസിനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ SIT നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അറസ്റ്റ് നടപടികൾ ഭയന്ന് ഇരുവരും ഹാജരാകാതെ വിട്ടുനിൽക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ നടന്ന നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വിജയകുമാർ പിടിയിലായിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ മാത്രം പ്രതി ചേർത്ത നടപടിക്കെതിരെ കേരള ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടായത്. ബോർഡ് സംയുക്തമായിട്ട് കൈക്കൊണ്ട തീരുമാനങ്ങളിൽ ഒരു വ്യക്തിയെ മാത്രം ക്രൂശിക്കുന്നത് നീതിയുക്തമല്ലെന്ന് നിരീക്ഷിച്ച കോടതി മറ്റ് അംഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഭരണസമിതിയിലെ മറ്റ് അംഗങ്ങളുടെ പങ്കാളിത്തം വ്യക്തമായിട്ടും അവരെ കസ്റ്റഡിയിലെടുക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന കോടതിയുടെ ചോദ്യശരങ്ങൾ അന്വേഷണ സംഘത്തെ വലിയ പ്രതിസന്ധിയിലാക്കി. കോടതിയുടെ ഈ കർശന നിലപാടാണ് അന്വേഷണം വിജയകുമാറിലേക്കും ശങ്കർദാസിലേക്കും വേഗത്തിലെത്തിക്കാനായിട്ട് SITയെ നിർബന്ധരാക്കിയത്. കേസിലെ രാഷ്ട്രീയ മാനങ്ങളും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഘടകങ്ങളും നിലവിൽ ചർച്ചാ വിഷയമാണ്. അറസ്റ്റിലായ വിജയകുമാർ CPM നേതാവ് കൂടിയാണെന്നിരിക്കെ പാർട്ടിക്ക് ഈ കേസ് വലിയൊരു ബാധ്യതയായി തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ശബരിമല വിഷയം വീണ്ടും ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് മാറാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ സംരക്ഷിക്കുന്നുവെന്ന പഴി ഒഴിവാക്കാൻ ഉന്നതതലത്തിൽ നിന്ന് ലഭിച്ച പച്ചക്കൊടിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികൾ വേഗത്തിലാക്കിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷകളുമായിട്ട് കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും നിയമപരമായിട്ടുള്ള പരിരക്ഷ നേടാനായിട്ട് പ്രതികൾക്ക് സാധിച്ചില്ല എന്നതും ഇവിടെ അന്വേഷണ സംഘത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടന്ന പഞ്ചലോഹ വിഗ്രഹ കച്ചവടവും അതോടൊപ്പം തന്നെ അമൂല്യ വസ്തുക്കളുടെ കടത്തുമാണ് ഈ കേസിലെ ഏറ്റവും ദുരൂഹമായ വശങ്ങൾ. ഈ ശൃംഖലയിലെ പ്രധാന കണ്ണി എന്ന് കരുതപ്പെടുന്ന D മണി എന്ന MS മണിയെ ചുറ്റിപ്പറ്റിയാണ് നിലവിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശബരിമലയിലെ അമൂല്യമായ പുരാവസ്തുക്കൾ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് ചില ഉന്നതരുടെ സാന്നിധ്യത്തിൽ കച്ചവടം ചെയ്തതായിട്ട് ഒരു പ്രവാസി വ്യവസായി വെളിപ്പെടുത്തിയിരുന്നു. ഡിണ്ടിഗലിലെ മണിയുടെ താവളത്തിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ക്ഷേത്ര സാമഗ്രികൾ കണ്ടുവെന്ന അദ്ദേഹത്തിൻ്റെ മൊഴി കേസിനെ കൂടുതൽ തലങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. മണിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ സ്വർണ്ണപ്പാളികൾ എവിടേക്ക് കടത്തപ്പെട്ടു എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചിത്രം ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരായ SP ശശിധരൻ, ബിനോയ് എന്നിവരുടെ നേതൃത്വത്തിൽ തികച്ചും പ്രൊഫഷണലായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിൽ നടപടികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ ഇടപെടലുകളും അനുവദിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യതയും ഈ കേസിൻ്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ജനുവരി ആദ്യവാരം ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വ്യക്തമായ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അന്വേഷണ സംഘത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. K.P. ശങ്കർദാസിൻ്റെ അറസ്റ്റ് സംബന്ധിച്ച സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ തള്ളപ്പെടുന്ന നിമിഷം തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാനാണ് SIT ഇപ്പോൾ പദ്ധതിയിടുന്നത്. പത്മകുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും മറ്റുന്നതരെ ഒഴിവാക്കിയ നടപടിയിൽ പൊതുസമൂഹത്തിൽ നിന്നും ഇപ്പോൾ കടുത്ത പ്രതിഷേധം ഉയർന്നു കേൾക്കുന്നുണ്ട്. ശങ്കർദാസിൻ്റെ പിതാവ് പോലീസ് തലപ്പത്തുള്ള ഉന്നതനുമായി ബന്ധമുള്ളയാളാണെന്ന ആരോപണം അന്വേഷണത്തെ ബാധിക്കുമോ എന്ന സംശയം നിലനിൽക്കുന്നുവെങ്കിലും ഹൈക്കോടതിയുടെ കർശന മേൽനോട്ടം അത്തരം സ്വാധീനങ്ങളെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. കേസിൻ്റെ ഗതി മാറാൻ സാധ്യതയുള്ള മറ്റൊരു ഘടകം CBI അന്വേഷണത്തിനുള്ള സാധ്യതയാണ്. നിലവിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കോടതിക്ക് തോന്നിയാൽ കേസ് കേന്ദ്ര ഏജൻസിക്ക് കൈമാറാൻ ഉത്തരവിട്ടേക്കാം. CBI ഈ കേസ് ഏറ്റെടുത്താൽ അത് മുൻ ദേവസ്വം മന്ത്രി അടക്കമുള്ളവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനായിട്ട് കാരണമായേക്കാം. ഇത് മുന്നിൽ കണ്ടാണ് സംസ്ഥാന സർക്കാർ സ്വന്തം നിലയിലുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കാനും പഴുതുകളടച്ച കുറ്റപത്രം സമർപ്പിക്കാനും ശ്രമിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഉരുക്കി വിദേശത്തേക്ക് കടത്തിയെന്ന വ്യവസായിയുടെ മൊഴി സത്യമാണെങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയൊരു മാഫിയയുടെ സാന്നിധ്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. വരും ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തിലും ശബരിമല ഭരണസമിതിയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യം ഇത് ഉറപ്പാണ്. D മണിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ സ്ഫോടനാത്മകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ കൃത്യമായ വ്യക്തത വരുത്താനും നഷ്ടപ്പെട്ട അമൂല്യ വസ്തുക്കൾ വീണ്ടെടുക്കാനും അന്വേഷണ സംഘത്തിന് സാധിക്കുമോ എന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം ഈ കേസിലെ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുമെന്നും കുറ്റവാളികൾ ആരായാലും അവർ നിയമത്തിന് മുന്നിൽ തന്നെ വരിക തന്നെ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ ഭക്തജനങ്ങളും അതോടൊപ്പം തന്നെ പൊതുസമൂഹവും.